മിത്തു, ഇന്ന് നീ സ്വപ്നം കണ്ടല്ലേ? അതെ. എന്നെ എന്തിനാ അയാള് സ്വപ്നത്തിൽ പുള്ളിങ്ങനെ ശല്യം ചെയ്യണേ? ചാച്ചാ, അമ്മയ്ക്ക് എന്താ പറ്റിയ ചാച്ചാ? അത് പിന്നെ അമ്മ എന്തോ കണ്ട് പേടിച്ചതാ. മോള് പേടിക്കണ്ട കേട്ടോ. അയ്യോടാ, അമ്മയുടെ ജാനുമോള് പേടിച്ചു പോയോ? അമ്മയ്ക്ക് ഒന്നുമില്ലടാ. ദേ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഇന്നാണ് പ്ലേ സ്കൂളിലേക്ക് പോകണ്ട. ജാനുമോള് വേഗം പോയി റെഡി ആയിട്ട് വാ. ഇതാ സ്കൂള്. എൻ്റെ ജാനുമോക്ക് ഇഷ്ടമായോ? എങ്ങനെ ഇഷ്ടമല്ലാതാവും? ഇത് ഞാനല്ലേ സെലക്ട് ചെയ്തത്. സ്കൂളൊക്കെ എനിക്ക് ഇഷ്ടമായി. ജാനുമോക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടുമല്ലോ. എന്നാ ചാച്ചനും അമ്മയും ഇറങ്ങാം. ടീച്ചർമാർ പറഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ടിരിക്കണം. മിത്തു, നീ ഇപ്പോഴും അതാലോചിച്ചിരിക്കുകയാണോ? അത് പിന്നെ ഞാൻ മറക്കാൻ നോക്കുമ്പോഴെല്ലാം വീണ്ടും അതെൻ്റെ ഓർമ്മയിലേക്ക് തന്നെ വരിക. മിത്തു, നോക്ക്, കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു. ഇനി എന്തു വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുകളയില്ല. അതെനിക്കറിയാം. ഞാൻ ഓക്കെയാണ്. അമ്മ, 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 ഞാൻ വന്നു. ആ, അമ്മയുടെ പൊന്നുമോള് വന്നു. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് ജാനുവിന് കുറെ കൂട്ടുകാരെ കിട്ടിയല്ലോ. ഇനിയിപ്പം നാളെ കൂട്ടുകാരെ കാണാൻ എന്ത് ചെയ്യും? അതെന്ത് പറ്റി? നാളെ എന്താ പ്രത്യേകിച്ച് പോകാതിരിക്കാൻ? അത് പിന്നെ അമ്മ, ചാച്ചനാ പറഞ്ഞേ എന്നെ പുറത്തു കൊണ്ടുപോവാന്ന്. അമ്പടി കള്ളി, നീയല്ലേ എന്നോട് പറഞ്ഞത് ചാച്ചൻ ഇപ്പോൾ ഒരു സ്നേഹമില്ല എന്നോടൊന്ന്. അതുകൊണ്ടല്ലേ ഞാൻ സമ്മതിച്ചത്. മതി മതി, ഫുഡ് കഴിക്കാം. ചാച്ചാ, അമ്മയ്ക്കിത് എന്താ പറ്റിയേ? എനിക്കറിയില്ല. മിത്തു, മിത്തു, മിത്തു. എന്താ എന്ത് പറ്റി? അമ്മ, അമ്മയ്ക്ക് എന്ത് പറ്റി? എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നേ? അതോ അമ്മയ്ക്ക് ചെറിയൊരു തലവേദന. എന്നാ മോള് പോയി കിടന്നു. നാളെ പുറത്തു പോകാനുള്ളതല്ലേ. മിത്തു, നീ എന്തിനാ അത് തന്നെ ആലോചിക്കണേ? ജാനുവിന് സങ്കടമാവണ നീ കണ്ടില്ലേ? അത് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. സോറി, ഞാൻ ഈ മുതൽ ശ്രദ്ധിച്ചോളാം. സാരമില്ല, നീ പോയി കിടക്ക്. നാളെ നമുക്ക് പുറത്തു പോകാനുള്ളതല്ലേ. അത് പറ്റില്ല, എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം. 2 ദിവസമായിട്ട് ലീവാണ് ഞാൻ. വേണ്ട, നീ ഓക്കെ ആയിട്ട് പോയാൽ മതി. ജാനുവിന് കുറേ സാധനം വാങ്ങാനുണ്ട്. നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. അമ്മയെ കാണുന്നില്ല ചാച്ചാ. മോളെ ജാനു, അമ്മ ഹോസ്പിറ്റലിൽ പോയതാ. അർജന്റ് ആയതുകൊണ്ടാ പോയെ. ചാച്ചനോട് പറഞ്ഞിട്ടാ പോയെ. ആണോ? ഞാൻ ആകെ പേടിച്ചു പോയി ചാച്ചാ. മോളെന്തിനാ പേടിക്കുന്നേ? ചാച്ചനില്ലേ കൂടെ? എന്നാ പോയി റെഡിയായിട്ടോ. പുറത്തു പോണ്ടല്ലേ. ചാച്ചാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചാച്ചനോട് നോക്ക്, എന്ത് വേണേലും ചോദിക്കാലോ. ചോദിക്ക്. ചാച്ചാ, ആരാ ചാച്ചി? റാമോ? മോളോടാരാ ഈ പേര് പറഞ്ഞേ? ആരാ അത്? എനിക്കറിയണം ചാച്ചാ. അത് ചാച്ചൻ മോളോട് പിന്നെ പറയാം. മോളോട് റെഡിയായിട്ടോ. വേണ്ട, എനിക്കിപ്പോ തന്നെ അറിയാം അതാരാന്ന്. മോളെ പ്ലീസ്, സമയമാകുമ്പോൾ ചാച്ചൻ പറയാം മോളോട് അതാരാന്ന്. വേണ്ട വേണ്ട വേണ്ട, ഞാനൊന്നും കഴിക്കത്തില്ല, ചാച്ചനോട് മിണ്ടൂല. മോളെ ജാനു, പ്ലീസ്. വേണ്ട ചാച്ച, എന്നോടൊന്നും മിണ്ടണ്ട. എനിക്കൊന്നും കേൾക്കുകയോ വേണ്ട. ഓക്കെ, നീ വാശി പിടിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയാം. പക്ഷെ ഇതൊരിക്കലും നീ അമ്മയെടുത്ത് ചോദിക്കരുത്. പ്രോമിസ് ചാച്ച, ഞാൻ അമ്മയോട് ചോദിക്കില്ല. നേരെ എത്രയെന്ന് വെച്ചിട്ടാ? ഇതിപ്പോൾ 4ാമത്തെ അലാറമാണ്. ഈ പെണ്ണിൽ നിന്ന് നേരത്തെ എണീറ്റ് വിടാൻ. ഇവളെ കൊണ്ട് വിത്തു കാള പോലെ വളർന്നാലെന്താ? അമ്മ തന്നെ ഇന്ന് വിളിച്ചുണർത്തണം. വിത്തു, നീ എണീക്കുന്നുണ്ടോ? അതോ ഞാൻ ഡോറ് ചവിട്ടി പൊളിക്കണം? അമ്മയെ കൊണ്ട് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ? അമ്മയെ പ്ലീസ് ഒരു 5 മിനിറ്റ് കൂടി. ഓഹോ, രാവിലെ തന്നെ എണീറ്റിട്ടാണല്ലോ. മര്യാദയ്ക്ക് എണീറ്റ് റെഡിയായിട്ട് താഴേക്ക് പോവാം കേട്ടല്ലോ.
അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. അമ്മ പൊക്കോ, ഞാൻ റെഡിയായിട്ട് അങ്ങ് വന്നേക്കാം. ഓ, ഉത്തരവ്. അല്ലെങ്കിലും അച്ഛനും കണക്കാ മോളും കണക്കാ. അതെങ്ങനെ? മോള് പറയുന്നതാണല്ലോ അച്ഛന് വലുത്. എന്താ ജാനകി, നീ രാവിലെ തന്നെ തുടങ്ങിയ? ഞാനല്ല, നിങ്ങളുടെ പൊന്നു മോളാണ്. അവൾക്ക് രാവിലെ കോളേജിൽ പോകണ്ടേ? എത്ര സമയം ഞാൻ വിളിക്കുന്നു, കേൾക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആര് കേൾക്കാൻ? അയ്യോ എൻ്റെ പൊന്നു ജാനിക്കുട്ടി, അത് വിട്ടേക്ക്. ഞാൻ ഇനി മുതൽ നേരത്തെ എണീക്കാം. പോരെ, ഒന്ന് ചിരിച്ചേ. ഇനി ഒന്ന് പോയേ കൊച്ചേ. അല്ലെങ്കിലും സോപ്പിടാൻ നിന്നെ കഴിഞ്ഞല്ലേ ഉള്ളൂ, വേറെ ആരും. മതി മതി, സമയം കളയണ്ട. അച്ഛനും മോളും വന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. മോളെ മിത്തു, ഇന്ന് എങ്ങനെയാ പോകുന്നത്? ഞാൻ മാധവനോട് കൊണ്ടുവിടാൻ പറയണോ? വേണ്ട പപ്പാ, ഞാൻ ബസ്സിന് പൊക്കോളാം. സാറയും ഐശുവും ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനെന്നാ ഇറങ്ങുക, വൈകിട്ട് കാണാം. അതിനു വേണ്ടി നീ ഒന്നും കഴിച്ചില്ലല്ലോ. അതൊന്നും സാരമില്ല അമ്മേ, ഇനിയും നിന്നാ ലേറ്റ് ആവും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ എണീക്കണമെന്ന്? അതെങ്ങനെ? ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഓ എൻ്റെ ജാനകി, അവള് പോട്ടെ, അത് നീ വിട്ടേക്ക്. ഓ, അത് ഞാനങ്ങ് മറന്നു. എന്നാ എൻ്റെ മോള് പോയിട്ട് വായോ. ഇവളിത് എവിടെയാ? ഇനി വരില്ലേ? വരാതൊന്നും ഇരിക്കില്ല. ചിലപ്പോ എണീക്കാൻ ലേറ്റായിട്ടുണ്ടാവും. ആ, ദാ വരുന്നു എൻ്റെ മോളെ മിത്തു. നിന്റെ ഉദ്ദേശം എന്താ? സോറി ഡി, ഞാൻ എണീക്കാൻ ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ നീ എപ്പോഴാ നേരത്തെ എണീക്കണേ? നിന്നെ നോക്കി നിന്ന് 2 ബസ് പോയി. ഇന്ന് ഫസ്റ്റ് ക്ലാസ് അയാളാ, ഇന്ന് കൊല്ലും. സോറി ഡി. ആര്? ജോസഫ് സാറോ? ആ, അയാള് തന്നെ. എന്നാ നമുക്ക് കിട്ടുന്ന ബസ്സിന് തന്നെ പോകാം, വാ. സാർ, മേ ഐ കമിൻ? മേയോ? അപ്പൊ ഞങ്ങളോ? സാറാ, ഒന്ന് മിണ്ടാതെ നിൽക്ക്. ഓ, വന്നോ? ലേറ്റ് ടീംസ് എന്തേ വരാത്തെന്ന് വിചാരിക്കുമായിരുന്നു. അത് പിന്നെ സാർ, ബസ് ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ്. ബസ് ലേറ്റ് ആയിരുന്നോ? നിങ്ങൾ ലേറ്റ് ആയിരുന്നോ? ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത്? രണ്ടുമല്ല സാർ, മിത്തോ ലേറ്റായി. അവളെ നോക്കുന്നപ്പോൾ ഞങ്ങൾ ലേറ്റായിപ്പോയി. കുഴപ്പമെന്നാ തോന്നുന്നേ. അടിപൊളി. രാവിലെ തന്നെ കെട്ടി ഇറങ്ങിക്കോളും. 3 ഒന്ന് പോയി തരാവൂ. എന്റെ പൊന്നു സാറാ, നീ എന്ത് പണിയാ കാണിച്ചേ? നീ എന്തിനാ എന്റെ പേര് പറയാൻ പോയെ? സോറി ഡി, അങ്ങനെ അങ്ങ് പെട്ടെന്ന് വന്നുപോയി. നീ ഒന്ന് ക്ഷമിക്കുന്നോട്. ആ, ക്ഷമിച്ച്. സാരമില്ല, പോട്ടെ. മിത്തു, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? ഇല്ലടി. എന്താ കാര്യം? നമ്മുടെ സാറയ്ക്ക് നീ കൊടുത്ത ഡയറ്, അത് തന്നെ കാരണം ആകെ പ്രശ്നമായി. പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. സന്തോഷല്ലേ, സന്തോഷം. എടി പ്ലീസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ കാര്യം? എടി, ഇവൾ ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ അവൻ വന്ന് സംസാരിച്ചു. ഇവൾ അവനോട് പറഞ്ഞു അത് ഡയറായിരുന്നു എന്ന്. പക്ഷേ അവൻ അത് സീരിയസ് ആയിട്ട് എടുത്തു. അവൻ ഇവളുടെ കയ്യിൽ കയറി പിടിച്ചു. കണ്ടുവന്ന ഇവളുടെ ഏട്ടൻ അവനെ അടിച്ചു. ഞാൻ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായോ? നമുക്ക് ചെന്ന് സാറയുടെ ഏട്ടനോട് ഒന്ന് സംസാരിച്ചാലോ? അതൊന്നും വേണ്ട, ഞാനെല്ലാം ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ഒന്നുമില്ലെന്നേ. നീ എനിക്കൊരു ഡെയർ തന്നു, അതുപോലെ ഞാൻ തിരിച്ച് നിനക്കൊരു ഡെയർ ആയിരുന്നു. അപ്പോൾ ഈക്വൽ ആവുമല്ലോ, അത്രേ ഉള്ളൂ. അത് ചെയ്യാം. ഈ കാര്യത്തിൽ ഞാൻ സാറയുടെ കൂടെയാണ്. ആ, ഓക്കെ, സമ്മതിച്ചു. എന്താ ഞാൻ ചെയ്യണ്ടേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, നീ പോയി ആ ജോസഫ് സാറിനിട്ട് 2 എണ്ണം കൊടുക്ക്. ഞാനോ? അത് വേണോ? സീനാവില്ലേ? എൻ്റെ സാറാ, മണ്ടത്തരം പറയില്ലേ നീ. മിത്തു, നിനക്ക് ഇഷ്ടമുള്ളൊരു നമ്പറിൽ വിളിച്ച് നിനക്ക് അയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ആര്? ഞാനോ? ഇതിലും ഭേദം ആ സാറിനെ പോയി അടിക്കുന്നതായിരുന്നു. ഇത് വേണോ ഐഷു? ഇതൊരു ഡെയറാണ് മോളെ, ചെയ്തേ പറ്റൂ, ഇനി മാറ്റിത്തരില്ല. ഇതാണോ നിന്റെ ധൈര്യം? സമ്മതിച്ചു മോളെ. ഡയലോഗടി മാത്രമേ ഉള്ളൂ അല്ലേ? മിത്ര ഗ്രൂപ്പിന്റെ ഏക അവകാശ, എന്നിട്ട് പേടി പോലും. നാണക്കേട്. ഓ, മതി മതി, നിർത്ത്, ഞാൻ വിളിക്കാം. ആ, അങ്ങനെ വഴിക്ക് വാ. എന്നാ എൻ്റെ മോള് വിളിക്കും. അയ്യോ, ഇത് റിങ് ആവുന്നുണ്ടല്ലോ. ആരെങ്കിലും എടുക്കുവോ? ആ, എടുക്കട്ടെ, അതാണല്ലോ ഞങ്ങൾക്ക് വേണ്ടത്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ മിത്തു, നീ ഇതിനെ കട്ടാക്കിയത്? അത് പറ്റില്ല, വിളിച്ചേ പറ്റൂ. എടി, അതെനിക്ക് പേടിയായിട്ട്. വിളിക്കുന്നുണ്ടോ അതോ ഞാൻ വീണ്ടും പറഞ്ഞു തുടങ്ങണം? അയ്യോ വേണ്ടേ, ഞാൻ വിളിച്ചോളാം. ഹലോ ഹലോ, ആരാ ഇത്? ഹലോ. അത് പിന്നെ ഐ ലവ് യു. വാട്ട്? ഇപ്പൊ
ഇപ്പൊ സമാധാനമായില്ലേ രണ്ടിനും? അതിന് നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നേ? അയാളെ പേടിച്ചിട്ടാണോ? അടുത്ത ക്ലാസ് തുടങ്ങാൻ സമയമാവുന്നു, നമുക്ക് ക്ലാസ്സിൽ പോവാം, ബാക്കി പിന്നെ നോക്കാം. ആ മോള് വന്നോ? എന്താ പറ്റേ മോളെ? അയാൾ ആരായിരിക്കും? എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? പ്രശ്നമാകുമോ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ജാനകി, ജാനകി. എന്താണോ മനുഷ്യ തനിക്ക് വേണ്ടത്? ഒരു ചായ കിട്ടിയ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി വേണ്ട. അല്ല, നിനക്ക് എന്താ പറ്റിയേ? കുന്തം, എനിക്കെന്താ പറ്റിയെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ മോളെടുത്ത് ചോദിക്കേ. വന്നിട്ട് എത്ര നേരമായി? എന്നോടൊന്നും മിണ്ടിയത് പോലുമില്ല. അത് പോട്ടെ, ഞാൻ ചോദിച്ചതുപോലെ അവൾ മൈൻഡ് ചെയ്യാതെ കയറിപ്പോയത്. അയ്യേ, അതിനാണ്. അത് ഞാൻ അവളോട് ചോദിക്കാം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴത്തേക്കും നീ ഫുഡൊക്കെ എടുത്ത് വെക്ക്. മിത്തു, മോളെ മിത്തു, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ പപ്പ? എന്തിനാ വിളിച്ചേ? അല്ല, അമ്മ എന്താ ഇങ്ങനെ കടന്തൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? അതോ, നീ എന്താ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ചോദിച്ചിട്ടൊന്നും മിണ്ടാഞ്ഞേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യോ എൻ്റെ ജാനിക്കുട്ടി, ഞാൻ വേറെന്തോ ആലോചിച്ച് പോകുമായിരുന്നു. സത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടല്ലേ. ശരി ശരി. അല്ല, ദേവനെ കണ്ടിട്ട് കുറേ ആയല്ലോ, അവൻ ഇവിടെങ്ങും ഇല്ലേ? ആ ശരിയാണല്ലോ. പപ്പ, ദേവേട്ടൻ എവിടെയാ? ആ, അവൻ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി പോയതാണ്. ഉടനെ തന്നെ വരും. ആണോ? ഞാനെന്നാ റൂമിൽ പോവാം. അമ്മ ഗുഡ് നൈറ്റ്, അപ്പ ഗുഡ് നൈറ്റ്. ഫോണൊന്ന് ഓണാക്കി നോക്കിയാലോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അവർ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൃഷ്ണ 25 മിസ് കോളോ? ഇത് സീനാകും. തീ വിളിക്കുന്നു. എടുക്കാതിരുന്ന പോലീസിലെങ്ങാനും കേസ് കൊടുത്താലോ? എടുത്ത് നോക്കാം. ഹലോ ഹലോ, ആരാ ഇത്? ഹലോ ഹലോ, നിങ്ങളാരാ? നിന്റെ ഫോണിൽ വിളിച്ച് അനാവശ്യം പറഞ്ഞതും പോലെ ഞാൻ ആരാണ്? നീ ആരാടി? ഡീനോ? എനിക്കൊരു പേരുണ്ട്, അത് വിളിക്കണം. ഓഹോ, എന്താണാവോ മേഡത്തിന്റെ പേര്? മിത്ര വർമ്മ. പേര് കൊള്ളാം, മാസമായിട്ടുണ്ട്. പക്ഷേ സ്വഭാവം അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. എന്തോ രാക്ഷസിയാണെന്നാ തോന്നുന്നത്. ആശ്വസിയോ? പിന്നെ മറ്റവളെ പോയി വിളിക്കണോ? ഇടി നിന്നുണ്ടല്ലോ ഞാൻ. എടോ മിസ്റ്റർ, എനിക്കൊരു പേരുണ്ടെന്ന് ഞാൻ തന്നോട് പറഞ്ഞു. മിസ് മിത്ര വർമ്മ, എന്തിനാണ് നിങ്ങൾ എൻ്റെ ഫോണിൽ വിളിച്ച് എന്നോട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? എവിടെ വെച്ചാ എന്നെ കണ്ടത് തന്നെ? ഞാൻ തന്നെ കണ്ടിട്ടൊന്നുമില്ല. സോറി, അതൊരു ഡെയറായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഓ, അപ്പം മര്യാദയ്ക്ക് സംസാരിക്കാനും മേഡത്തിന് അറിയാമല്ലേ? ഇറ്റ്സ് ഓക്കെ. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ എം റാം. അല്ല, ഇതിൻ്റെ പേര് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതൊക്കെ തൻ്റെ കയ്യിൽ പോയിരിക്കും, അതൊന്നും എനിക്കറിയില്ല. എന്നാ ഓക്കെ, ശരി, പിന്നെ കാണണം. എൻ്റെ ജീവിതം തുടങ്ങി. അമ്മേ ഗുഡ് മോർണിംഗ്. എന്താ ചെയ്യുന്നത് രാവിലെ തന്നെ? എൻ്റെ കൃഷ്ണ, എന്താ ഞാൻ ഈ കാണുന്നത്? എൻ്റെ മോള്, അതും രാവിലെ എണീറ്റ്. എന്താ പറ്റി? അത് പിന്നെ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അമ്മേ? പിന്നെ വേണം. അതൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്തോ ഉണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. എടാ, ഇതിപ്പോൾ എന്തെന്നാ ശരിക്കും ഒന്നുമില്ലെന്നേ. നേരത്തെ എണീറ്റാലും കുഴപ്പം, എണീറ്റില്ലേലും കുഴപ്പം. ഇതെന്താ ഇപ്പം ഇത്? ശരി സമ്മതിച്ചു. വാ, ഞാൻ കഴിക്കാനെടുക്കാം. എനിക്കൊന്നും വേണ്ടമ്മേ, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. പോട്ടെ. നീ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയാണോ ഞാനിത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്? ഹലോ, രാവിലെ തന്നെ തുടങ്ങി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ ജന്മം കീരിയും പാമ്പും വല്ലതും ആയിരുന്നോ? എപ്പോൾ നോക്കിയാലും വഴക്കാണല്ലോ. അതൊക്കെ ജസ്റ്റ് ഒരു ഇതല്ലേ. അല്ല, ദേവേട്ടനത് എവിടെയായിരുന്നു? കാണാനില്ലായിരുന്നല്ലോ. ഓ, അത് ഞാനൊരു പ്രൊജക്റ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിരുന്നതാ. എന്നാ രണ്ടാളും വാ, ഒരുമിച്ച് കഴിക്കാം. വാ ദേവാ, വാ മിത്തു. അമ്മേ, എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വേണം, കഴിച്ചിട്ട് പോയാൽ മതി. ദേവേട്ടാ, ഞാൻ ലേറ്റ് ആവുന്നേ, അതുകൊണ്ടല്ലേ. അതിലെന്നെ കൊച്ചു പേടിക്കണ്ട, ഞാൻ നിന്നെ കൊണ്ടുവിടാം. പോരെ, വാ കഴിക്കാം. എൻ്റെ കർത്താവേ, എന്നതാ ഞാൻ ഈ കാണുന്നത്? നീ നേരത്തെ വന്നു. അത് കുട്ടാ, ആരാണൊരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? പിന്നെ ദേവേട്ടൻ കൊണ്ടുവിട്ടു. ദേവേട്ടൻ വന്നു. ആളെവിടെയായിരുന്നു?
ഇന്നലത്തെ നിന്റെ കാര്യം എന്തായി? വന്നു. എന്തോ പ്രൊജക്റ്റിൻ്റെ കാര്യമാണെന്നാ പറഞ്ഞേ. ദേ എൻ്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. നീ ആളെ ടെൻഷനാക്കാതെ കാര്യം പറ, എന്താ ഉണ്ടായേ? അയാൾ ഇന്നലെ നൈറ്റ് വിളിച്ചു. എന്നിട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ അയാളോടുള്ള കാര്യം പറഞ്ഞു. എനിക്ക് നിന്നോടൊരു സങ്കട വാർത്ത പറയാനുണ്ട്. ഇന്നത്തോടെ നിന്റെ എല്ലാ സമാധാനവും പോയി കിട്ടും. വരുന്നു. ഓ, നീ വന്നോ മീര? എന്തേ മിത്ര, ഞാൻ വന്നത് നിനക്കത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ആ അതെ, അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്ന് വെച്ച് നീ കോളേജിൽ നിന്നും പോകാൻ പോകുന്നില്ലല്ലോ. കുറേ നാള് സമാധാനം ഉണ്ടായിരുന്നു. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? സാറാ, നീ തുടങ്ങിയിട്ട് കുറേ നാളായി. നിന്റെ പ്രശ്നം എന്താ? സ്റ്റോപ്പ് ഇറ്റ് മീര. നിനക്ക് എന്നോടുള്ളത് അവളോട് തീർക്കാൻ നിൽക്കണ്ട. നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ തന്നെ തീരണം. മോളെ മിത്ര, ഇതിനുള്ള പണി ഈ മീര നിനക്ക് തന്നിരിക്കും. നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്ന ടോപ്പിക്ക് നിങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്ത് കാണുമല്ലോ. അതാരാ ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്? നല്ല പോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വരാം. എക്സ്ക്യൂസ് മീ സർ, ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ? സാറ ഇന്ന് രാവിലെ കൂടി എന്നെ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. സാറിനെ കുഴപ്പമില്ലെങ്കിൽ സാറെ തന്നെ വിളിക്കാം. ഓ, ദാറ്റ്സ് ഗുഡ്. എന്നാ സാറ തന്നെ ഇവിടെ പ്രസൻറ്റ് ചെയ്യട്ടെ. കം ഹിയർ സാറ. ഞാനോ? ഇവളിതെനിക്കിട്ട് തന്ന പണിയാ. എനിക്കൊന്നും അറിയില്ലെന്ന് ഞാനിത് ഇങ്ങനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? സാറ, എന്ത് പറ്റി? താൻ നെർവസ് ആവുമൊന്നും വേണ്ട. എങ്ങനെയാണോ മീഡിയയുടെ മുമ്പിൽ ചെയ്തത് അതുപോലെ തന്നെ മതി. ഇത് നമ്മുടെ ക്ലാസ് അല്ലേടോ. അത് പിന്നെ സാർ, നെർവസ് ആയിട്ടൊന്നും അല്ല. എനിക്ക് ഈ ടോപ്പിക്ക് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിത് ഒന്നും അറിയില്ല സാർ. എന്നാ തനിക്കത് അവിടെ വെച്ചൊന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ ഇന്നലെ ഞാനത് എത്ര വട്ടം പറയുന്ന ടോപ്പിക്കാ. തനിക്ക് മനസ്സിലായില്ലെങ്കിൽ താൻ എന്നോടല്ലേ ചോദിക്കേണ്ടത്? രാവിലെ ഒഴുകിക്കെട്ടി കോളേജിലാന്ന് പറഞ്ഞ് വന്നേക്കണം. ഗെറ്റ് ഔട്ട്. മീര, നിനക്കുള്ള പണി ഞാൻ തരും. മീര, നിനക്കിത് എന്തിൻ്റെ കേടാ? അവളോട് എന്തിനാ വഴക്കിന് പോകുന്നത്? നിനക്ക് എന്നോടല്ലേ പ്രശ്നം? ശരിയാണ്, പക്ഷേ അവൾ നിന്റെ കൂടെ കൂടി അവൾ കുറച്ച് ഓവറാവുന്നുണ്ട്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ പോയി നിന്റെ പണി നോക്ക്. മീര, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇനി അവിടെ എന്താണാവോ? രണ്ടെണ്ണം ഒന്ന് ഇറങ്ങി പോവാവോ? ദേ നോക്കൂ മീര, നീ കുറേ നാളായി തുടങ്ങിയിട്ട്. നിനക്കെന്താ എന്നോട് പ്രശ്നം? ഞാൻ എന്ത് ചെയ്തിട്ടാ നിന്നോട്? എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞാൽ നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് പഠിച്ചു വന്നത് നമ്മൾ, അതും ഒരേ ക്ലാസ്സിൽ. അപ്പം മുതൽ ഈ നിമിഷം വരെ എൻ്റെ എല്ലാ സ്ഥാനവും നീ തട്ടിയെടുക്കുമായിരുന്നു. ഇപ്പോൾ ജീവിതത്തിലും അത് ഞാൻ സമ്മതിക്കില്ല. മാറി നിൽക്കടി. മീര, ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. പിന്നെ എന്ത് സ്ഥാനം ഞാൻ തട്ടിയെടുത്തെന്നാണ് നീ പറയുന്നത്? തൊട്ടാ നീ എന്ത് ചെയ്യാനെ? ഓഹോ, നീ അത്രയ്ക്കായോ? കുറേ നാളായി നീ തുടങ്ങിയിട്ട്. എടി, അല്ല, ഇതെന്താ ചന്തയാണോ? നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വീട്ടിലിരുന്നാൽ പോലെ ബാക്കിയുള്ളവരുടെ സമാധാനം കൂടെ കളയാൻ വേണ്ടിയിട്ട്. നീയൊക്കെ പെണ്ണ് തന്നെയാണോ? ഇതൊരു കോളേജാണ്. ഇവിടെ അതിൻ്റേതായിട്ടുള്ള റെപ്യൂട്ടേഷൻസ് ഉണ്ട്. ഇവിടെ പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം. അല്ലാതെ എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ അതൊക്കെ ക്യാമ്പസിന് പുറത്തായിരിക്കും. പിന്നെ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്നൊന്നും ഞാൻ ചോദിച്ച് നീ ഓവറാക്കുന്നില്ല. ഇത് രണ്ടുപേർക്കുമുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആയിരിക്കും. പൊക്കോ. അല്ല സാറാ, എന്നാലും നീ എന്തിനാ അവളെ അടിക്കാൻ പോയത്? ഓഹോ, അപ്പോൾ നിനക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ പോയ ഞാനാരായി? വേണ്ടാടി വേണ്ട. നിൻ്റെയൊക്കെ എല്ലാ തെണ്ടിത്തരത്തിനും കൂടെ നിൽക്കുന്ന ഈ സാറയോട് ഇത് വേണ്ടായിരുന്നു. എന്നാലും ഞാനിത് എങ്ങനെ സഹിക്കും? എടി സാറാ, അവൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവൾ പറയുന്നൊന്ന് കേൾക്ക് നീ. എനിക്ക് ആരുടെ ഒന്നും കേൾക്കണ്ട. എനിക്ക് മതിയായി. ഞാൻ പോവാം. ഇയാളെന്തിനാ എന്നെ കിടന്ന് വിളിക്കുന്നേ? നീ ഇതെന്താ ഫോണിൽ നോക്കി നിൽക്കുന്നേ? വാ, നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. ആ, ദേവേട്ടനാണോ നിന്നെ വിളിക്കാൻ വരുന്നതെന്ന് നീ പറഞ്ഞിരുന്നില്ലല്ലോ മിത്തു? ദേവേട്ടനോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ദേവേട്ട, എന്താ ഇവിടെ? അതെന്ത് ചോദ്യം മിത്തു? ഞാൻ എൻ്റെ കൊച്ചിനെ വിളിക്കാൻ വന്നതല്ലേ. ആ, ആണോ? എടി, എന്നാ നാളെ കാണാം. ബൈ സാറാ. ബൈ യേശു.
ആ വന്ന് കേറ്. ബൈ സാറാ, ബൈ ഇഷു. അല്ല ദേവേട്ടാ, എന്നാലും എന്താ എന്നോട് പറയാതെ വന്നത്? അതെന്താ എൻ്റെ കൊച്ചിനെ വിളിക്കാൻ എനിക്ക് വന്നുവിടുന്നുണ്ടോ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. ആ മോളെ, നീ വന്ന. അല്ല, ഇതാര്? ദേവന് കൂടെ ഉണ്ടോ? ആ അതെ. എന്തേ, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? ഞങ്ങൾ തമ്മിൽ നല്ല മാച്ചല്ലേ? ഞങ്ങളെ കണ്ട മേഡ് ഫോർ ഈച്ച് എന്നല്ലേ പറയൂ, അല്ലേ ദേവേട്ടാ? അല്ല എൻ്റെ ജാനുമോക്ക് ഇതിങ്ങനെ കേട്ടിരുന്നാ മതിയോ? ഉറങ്ങണ്ടേ? അമ്മ വന്നാ വഴക്ക് പറയില്ലേ? വേണ്ട ചാച്ചാ, ഞാൻ അമ്മ വന്നിട്ട് അമ്മയെ കണ്ടിട്ടേ കിടക്കുന്നുള്ളൂ. ഉം, ശരി ശരി. എന്തായാലും അമ്മ വരാൻ സമയമായിട്ടുണ്ടല്ലോ. ദേവേട്ടാ, ദേവേട്ടാ, ആ ഇതാര്? ജാനു? ഞാൻ വിചാരിച്ചു എൻ്റെ മോൾ ഉറങ്ങിയിട്ടുണ്ടാവുന്നു. ഇല്ല, ഞാൻ എൻ്റെ അമ്മയെ നോക്കി ഇരിക്കുമായിരുന്നു. അമ്മ വന്നിട്ട് ഉറങ്ങാന്ന് ഞാൻ ചാച്ചനോട് പറഞ്ഞു. ആണോ? എന്നാ എൻ്റെ മോള് റൂമിലോട്ട് വെക്കോ, അമ്മയും താ വരുന്നു. ഓക്കെ അമ്മ. ചാച്ചാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. മോള് പോയി കിടന്നോ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഞാൻ ആകെ ടയേർഡാണ്. അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞ എൻ്റെ അമ്മ കേക്കോ? ആദ്യം എന്താണെന്ന് മോള് പറ, എന്നിട്ടമ്മ പറയാം. അത് നമുക്ക് അമ്മൂമ്മയും അപ്പൂപ്പനെയും കാണാൻ പോയാലോ? കൊറേ ആയില്ലേ അവര് ജാനുമോള് കണ്ടിട്ട്. അതാ. ഇപ്പൊ എന്ത് പറ്റി അമ്മൂമ്മയോടും അപ്പൂപ്പനോടും ഇത്ര സ്നേഹം വരാൻ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവരെ ഇഷ്ടാ. അമ്മയും ചാച്ചനും തിരക്കായോണ്ടാ ജാനുമോള് പറയാഞ്ഞേ. ശരി ശരി, അമ്മ ചാച്ചനോട് ചോദിച്ചിട്ട് പറയാട്ടോ. എൻ്റെ മോള് വിഷമിക്കണ്ട. അപ്പോൾ ആരായിരിക്കും ശരിക്കും റാം?